തുഷാർജിനെ കാണാൻ ഇവിടെ വന്നു. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് NDAന്റെ ഒരു യോഗം ഇന്ന് ഇവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ജനറൽ സെക്രട്ടറിയുടെ കൂടെ എൻ്റെ ഒരു 10-12 കൊല്ലമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ പിന്തുണയും എല്ലാം നേടാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല, ഒരു പേഴ്സണലും ഒരു സോഷ്യൽ മീറ്റിംഗ് ആയിട്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വന്നു ഒരു എനർജൈസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എനിക്ക് വളരെ അഡ്വൈസും നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട് അദ്ദേഹം. അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. അല്ല, പൊളിറ്റിക്കലായിട്ടല്ല. എന്റെ റിലേഷൻഷിപ്പ് ഒരു വേറെ ലെവലിലെ റിലേഷൻഷിപ്പാണ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഭയങ്കര റെസ്പെക്റ്റും ഉണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്വൈസ് എല്ലാം തന്നിട്ടുണ്ട്, അത് ഞാൻ മനസ്സിൽ വെക്കും. അല്ല, അങ്ങനെ ഞാൻ ഇത് എന്നോട് എത്ര പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതിന്റെ ആൻസർ ഒരു ഭയങ്കര സിമ്പിൾ ആൻസറാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും പോയി BJP NDAന്റെ ഒരു വികസന സന്ദേശം എല്ലാ വീട്ടിലും, എല്ലാവരുടെ അടുത്തും, എല്ലാ കുടുംബവും, എല്ലാ സമുദായവും, എല്ലാ മതവും അവരുടെ അടുത്ത് എത്തിപ്പിക്കുമാണ്. അത് എത്തിക്കാനാണ് എന്റെ ഒരു ദൌത്യം, എന്റെ ഒരു ലക്ഷ്യം. അത് ഞാൻ ആദ്യവും പറഞ്ഞിട്ടുണ്ട്, ഇന്നും അത് തന്നെയാണ്. ഈ കഴിഞ്ഞ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ തന്നെ ജില്ലാ സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ച റിവ്യൂ റിപ്പോർട്ടുകളിൽ പ്രധാനമായിട്ടും ഈ ഈഴവ വോട്ടുകൾ BJPക്ക് ചോർന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് തിരിച്ചു പിടിക്കണം, പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് വെച്ചിരിക്കുന്നത് അതാണ്. അതായത് BJPക്ക് ചോർന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതായിരുന്നു CPMന്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ വോട്ട് ചോർന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്റെ മനസ്സിൽ ഡെമോക്രസിയിൽ ജനങ്ങൾ പോകുന്നത്, ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ വ്യത്യാസവും അവരുടെ ജീവിതം നന്നാക്കുന്ന പാർട്ടിയും നേതാവുമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. അത് ഇവിടെ 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുത്തു. ആ മാൻഡേറ്റ് കൊണ്ട് എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് ജനങ്ങൾക്കറിയാം. അതിനെപ്പറ്റി ഞാൻ ഇന്നൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പുതിയ കാലത്തിൽ, ഒരു പുതിയ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്ന ഏത് പാർട്ടിയാണെങ്കിലും അവർക്കൊരു സപ്പോർട്ട് കിട്ടും എന്നാണ് എന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി, എന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി. ഞങ്ങൾ 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജിന്റെ BJP NDAയും ഇന്ത്യയിൽ നിന്ന് എവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി ആ ചാട്ടം ഒരു 5 മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമിയിൽ നിന്ന് ടോപ്പ് 3 ഇക്കോണമി ആവാൻ നിൽക്കുന്ന ഒരു ഇന്ത്യ, അത് ഞങ്ങൾ ചെയ്തു. അതിനെപ്പറ്റി ഞങ്ങൾ എല്ലാ വീട്ടിലും പോയി പറയും, സംസാരിക്കും. CPM എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, അത് ഇന്നലെ നമ്മൾ പാർലമെന്റിൽ കണ്ടു, ഇനിയും കാണും. അപ്പോ അവര് പറയട്ടെ, അവര് റിഫോം ചെയ്ത് അവർക്ക് അവരുടെ ഒരു ഗവർണൻസിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നല്ലത്, ജനങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ചെയ്ത് അതിനെപ്പറ്റി ഞങ്ങൾ പറയും. പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് DJs. അവർക്ക് കാര്യങ്ങളായിട്ട് കുറെ പരാതികളുണ്ടായിരുന്നു. അവർക്ക് വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നുള്ളത്. അത് എന്നോട് തുഷാറൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇനി അങ്ങനെ ഒരു എഴുത്തൊന്നും കിട്ടിയിട്ടില്ല. അത് നമുക്ക് നോക്കാം. അത് NDAയിലും റിസോൾവ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ല, NDAയിൽ നമ്മൾ റിസോൾവ് ചെയ്യാം. അതിൽ ഒരു ഡൗട്ടും ആർക്കും ഉണ്ടാവും പാടില്ല. വേറെന്തെങ്കിലും അന്ന് കൊണ്ടുവന്ന പണം ട്രാവൻകൂർ പാലസ് വാങ്ങാനാണെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവന്നു. അത് ട്രാവൻകൂർ പാലസ് ആണ്, അതായത് തിരുവിതാംകൂർ കൊട്ടാരമാണ്, അല്ലാതെ ട്രാവൻകൂർ പാലസ് ഹോട്ടലല്ല. അത് FIR അത് എടുത്തത് വായിച്ചു നോക്ക്. ട്രാവൻകൂർ പാലസ് എന്ന് പറയുന്നത് പിന്നെ തിരുവിതാംകൂർ പാലസിന്റെ സ്ഥലം ഏതോ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഹോട്ടലല്ല, അതിനകത്തില്ലെന്ന്. അതിന് ഞങ്ങൾ വാങ്ങുന്നത് നിങ്ങൾ NDAന്റെ ഹോട്ടലാണെങ്കിൽ പറഞ്ഞില്ലേ, അദ്ദേഹത്തെ നേരത്തെ 12 കൊല്ലമായിട്ട് പരിചയമുണ്ട്.
10-12 കൊല്ലമായിട്ട് അറിയാം. പുതിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി ചെന്ന് NSS നേതാവ് അദ്ദേഹത്തെ കണ്ടു. അത് ഇവിടെ എന്നെയും കാണാൻ വരുന്നു എന്ന് പറഞ്ഞു. സന്തോഷം. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് സന്തോഷം. അത് സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഭക്ഷണവും കഴിച്ചു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിന് ചില വീക്ഷണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. പിന്നെ നല്ല ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ തമ്മിൽ നേരത്തെ തൊട്ടുണ്ട്. ആ സുഹൃത്ത് ബന്ധം അദ്ദേഹം ഒരു ശക്തനായ ഒരു രാഷ്ട്രീയക്കാരനല്ല. പുറത്ത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. രാഷ്ട്രീയക്കാരുടെ അടവനയോ ഒന്നുമില്ല. ശുദ്ധമായ ഒരു സത്യസന്ധനായ ഒരു വ്യവസായി. അദ്ദേഹം പറയുന്നത് വളഞ്ഞു തിരിഞ്ഞൊന്നും പറയല, ഉള്ളതും വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു. അത് കുറെയെല്ലാം കേട്ടു. അദ്ദേഹത്തിന് കേരളത്തിന്റെ ചാർജ് ഒരിക്കലും കിട്ടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല, അദ്ദേഹം ആഗ്രഹിച്ചതല്ല. അദ്ദേഹത്തെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇങ്ങോട്ട് വിട്ടു, അതും ആഗ്രഹിച്ചതല്ല. ഒരുപക്ഷെ ചെറിയൊരു ചതിവ് ചെയ്തില്ലേ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അതുകൊണ്ട് സമ്മതിക്കില്ല. കാരണം ബാംഗ്ലൂർക്ക് നിശ്ചയിച്ച് അവിടെ ഷുഗർ സീറ്റായിരുന്നു, അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവസാന മുഹൂർത്തത്തിൽ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് നാട്ടില്ല. ഒരു മാസം അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും അയച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സീറ്റ് കൊണ്ട് ഇദ്ദേഹം കൊണ്ടുവയ്ക്കണം. അങ്ങനെ അവസാനമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ഒരു പുതിയ തീരുമാനം ഇവിടെ BJP-യിൽ ഉള്ള എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. BJP-കാരും അംഗീകരിക്കലെങ്കിലും ഇതിനകത്ത് ഒരുപാട് പേര് നേതാവാകാൻ നടക്കുകയാണ്. ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും നമ്മളിതിൽ കേൾക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഉപരി ഇതെല്ലാത്തിനും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മലയാളി എന്ന നിലയിൽ ഇദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം പറഞ്ഞയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ആളുകളെല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള, സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരു കച്ചവടക്കാരൻ കൂടിയായ ഒരു നേതാവാണ് അദ്ദേഹം. കാരണം പലർക്കും സമ്പത്ത് വേണം, പക്ഷെ സമ്പത്ത് അദ്ദേഹത്തിന് ആശയം വേണ്ട. കാരണം സമ്പത്ത് ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹം സാധിക്കുമെന്ന് നന്നാകട്ടെ, നല്ലത് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പുതിയ പ്രസിഡന്റിന്റെ കീഴിൽ BJP മെച്ചപ്പെടും എന്ന് കരുതുന്നുണ്ട് അങ്ങനെയുള്ള അവസ്ഥക്കാർ? അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കക്ഷിയില്ല. പിന്നെ ഈ രാഷ്ട്രീയത്തിന്റെ എല്ലാ വളപ്പും തിരിപ്പും ഒന്നും അറിയില്ല. ശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം ആ ശുദ്ധത എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വരവ് ഇവിടുത്തെ എല്ലാ ഗ്രൂപ്പുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കക്ഷിയില്ലാത്ത ഒരാള്, ശുദ്ധനായൊരു രാഷ്ട്രീയ പ്രവർത്തകൻ. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും ഒന്നിച്ച് ഒരേ ഗ്രൂപ്പായി അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അണിനിരന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരു BJP ആയിട്ട് ഇവിടെ പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വം വന്നതോടുകൂടി. വ്യക്തിപരമായ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ BJP-യുടെ അധ്യക്ഷനായാണ് വരുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ. അത് അദ്ദേഹം വെക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ കണ്ടോട്ടെ. ഞാനും സമുദായ പ്രവർത്തകനാണ്. ഞാൻ സമുദായ പ്രവർത്തകൻ രാഷ്ട്രീയ കാര്യത്തിന്റെ അദ്ദേഹം വെക്കുന്ന എല്ലാ കാര്യങ്ങളും യോജിപ്പോ വരും. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഞാനൊരു സമുദായ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ സമുദായത്തിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഒരു സമുദായക്കാരൻ എന്ന നിലയിൽ പ്രശ്നാധിഷ്ഠിതമായി മാത്രമേ അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കുള്ളൂ. സെക്രട്ടറി എമ്പുരാൻ കണ്ടോ? ഞാൻ സിനിമ കാണാനുള്ള ആളല്ല, കണ്ടില്ല. ശ്രദ്ധിച്ചിരുന്നു. വിവാദമൊക്കെ ഇങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞ കേട്ടു. ഓരോരുത്തരും കണ്ണിൽ വെച്ചുകൊണ്ട് ഓരോന്നാ പറയണത്. അതുകൊണ്ട്
എന്നെ കൂടുതൽ ചുറ്റിക്കാൻ നോക്കട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ പുതിയ അധ്യക്ഷന്റെ കീഴിൽ BJP എത്രമാത്രം മുന്നോട്ട് പോകുന്നു കരുതുന്നു? പ്രത്യേകിച്ച് ആലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കുറെ ഇടതുപക്ഷ വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. പുതിയ അധ്യക്ഷന്റെ കീഴിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം മെച്ചം കൈവരിക്കുമെന്നാണ് കരുതുന്നത്? അതൊന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അല്ല ഇപ്പോഴേ ഒരു അഭിപ്രായം പറയാനൊക്കെ വോട്ട് കൂടുതൽ കിട്ടാൻ ഇവര് നോക്കും, അത് തിരിച്ചു പിടിക്കാൻ മറുഭാഗം നോക്കും. അതുകൊണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളതല്ലാതെ ഇതിനെപ്പറ്റി മുൻകൂട്ടി ഒരു വിധി കൽപ്പിക്കാനും ഞാൻ ആളല്ല.